ഹലോ, വെൽക്കം ടു ഇൻസൈറ്റ് പോയിൻറ്റ്. ഇന്നത്തെ വീഡിയോയിൽ ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂഷനാണ് ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആദ്യമായി ഡിസ്കസ് ചെയ്യുന്നത് മെത്തേഡ്സ് ഓഫ് ഫ്ലോട്ടിംഗ് ന്യൂ ഇഷ്യൂ മെത്തേഡ്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഫസ്റ്റ് മെത്തേഡാണ് ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ്, IPO. Initial public offering is done when an unlisted company makes either a fresh issue of securities or an offer for sale of its existing securities or both for the first time to the public. ഒരു അൺലിസ്റ്റഡ് കമ്പനി ആദ്യമായി സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് സെക്യൂരിറ്റീസ് ഓഫർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇവ രണ്ടും ആദ്യമായി പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യുമ്പോഴാണ് ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് നടക്കുന്നത്. ഒരു അൺലിസ്റ്റഡ് കമ്പനി ആദ്യമായി സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് സെക്യൂരിറ്റീസ് ഓഫർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇവ രണ്ടും ആദ്യമായി പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യുമ്പോഴാണ് ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് നടക്കുന്നത്. ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് നടക്കുന്നത് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്തുകൊണ്ടാണ്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് എന്ന് പറയുന്നത് ഒരു കമ്പനി ആദ്യമായി പബ്ലിക്കിന് ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിനെയാണ് ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് എന്ന് പറയുന്നത്. ഒരു കമ്പനി പബ്ലിക്കിന് ഫസ്റ്റ് ടൈം ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിനെയാണ് ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്തുകൊണ്ടാണ് IPO നടക്കുന്നത് എന്ന്. എന്താണ് പ്രോസ്പെക്ടസ്? പ്രോസ്പെക്ടസ് ഈസ് ആൻ ഇൻവിറ്റേഷൻ ടു ദി പബ്ലിക് ടു സബ്സ്ക്രൈബ് ഷെയർസ് ഓഫ് എ കമ്പനി. ഒരു കമ്പനിയുടെ ഷെയർസ് സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് വേണ്ടി കമ്പനി പബ്ലിക്കിന് കൊടുക്കുന്ന ഇൻവിറ്റേഷനാണ് പ്രോസ്പെക്ടസ്. പ്രോസ്പെക്ടസ് നോട്ടീസിൻ്റെ ഫോമിലുണ്ടായിരിക്കാം, സർക്കുലറിൻ്റെ ഫോമിലുണ്ടായിരിക്കാം, അഡ്വർടൈസ്മെൻറ്റ് ഫോമിലൊക്കെ ഉണ്ടായിരിക്കാം. നമ്മൾ IPO എന്താണെന്ന് പറഞ്ഞു. എന്താണ് NFO? NFO എന്ന് പറയുന്നത് ന്യൂ ഫണ്ട് ഓഫർ എന്നാണ് ഫുൾ ഫോം. NFOയുടെ ഫുൾ ഫോം ന്യൂ ഫണ്ട് ഓഫർ. എന്താണ് NFO? ഒരു കമ്പനി ആദ്യമായി മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റേഴ്സിന് ഇഷ്യൂ ചെയ്യുന്നതിനെയാണ് NFO എന്ന് പറയുന്നത്. നെക്സ്റ്റ് മെത്തേഡാണ് ഓഫർ ഓഫ് സെയിൽ. അണ്ടർ ദിസ് മെത്തേഡ് securities are issued a block to a issue house or intermediaries like brokers through a letter of offer. The issue house or intermediaries subscribe these securities at a negotiated price. They will sell these securities to the public at a higher price. എന്താണ് ഓഫർ ഓഫ് സെയിൽ എന്ന് പറയുന്നത്? ഇവിടെ കമ്പനി ഇഷ്യൂ ഹൗസിന് അല്ലെങ്കിൽ ഇൻ്റർമീഡിയറീസിന് ലെറ്റർ ഓഫ് ഓഫർ മുഖേന സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്നു. ഇഷ്യൂ ഹൗസ് അല്ലെങ്കിൽ ഇൻ്റർമീഡിയറീസ് നെഗോഷിയേറ്റഡ് പ്രൈസിൽ ഈ സെക്യൂരിറ്റീസ് സബ്സ്ക്രൈബ് ചെയ്യും. എന്നിട്ട് ഹയർ പ്രൈസിൽ പബ്ലിക്കിന് ഈ സെക്യൂരിറ്റീസ് സെൽ ചെയ്യും. അതാണ് ഓഫർ ഓഫ് സെയിൽ. അതായത് ഇഷ്യൂ ഹൗസിന് അല്ലെങ്കിൽ ഇൻ്റർമീഡിയറീസിന് കമ്പനി സെക്യൂരിറ്റീസ് ലെറ്റർ ഓഫ് ഓഫറിലൂടെ ഇഷ്യൂ ചെയ്യും. ഇൻ്റർമീഡിയറീസ് അല്ലെങ്കിൽ ഇഷ്യൂ ഹൗസ് ഈ സെക്യൂരിറ്റീസ് നെഗോഷിയേറ്റഡ് പ്രൈസിൽ സബ്സ്ക്രൈബ് ചെയ്ത് പബ്ലിക്കിന് സബ്സ്ക്രൈബ് ചെയ്തതിനേക്കാളും ഹൈ പ്രൈസിൽ വിൽക്കും. അതിനെയാണ് ഓഫർ ഓഫ് സെയിൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് മെത്തേഡാണ് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ്. അണ്ടർ ദിസ് മെത്തേഡ് the issue houses or brokers may outrightly purchase the securities for their clients. The shares are sold to their own clients without giving any public notice. എന്താണ് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ്? ഈ മെത്തേഡ് പറയുന്നത് ഇഷ്യൂ ഹൗസസ് അല്ലെങ്കിൽ ബ്രോക്കേഴ്സ് കമ്പനിയിൽ നിന്ന് മുഴുവനായും സെക്യൂരിറ്റീസ് വാങ്ങുന്നു. എന്നിട്ട് ഈ സെക്യൂരിറ്റീസ് അവരുടെ സ്വന്തം ക്ലയൻസിന് പബ്ലിക് നോട്ടീസ് ഒന്നും പ്രൊവൈഡ് ചെയ്യാതെ സെൽ ചെയ്യുന്നു. ഇഷ്യൂ ഹൗസ് അല്ലെങ്കിൽ ബ്രോക്കേഴ്സ് കമ്പനിയിൽ നിന്ന് മുഴുവനായും ഷെയർസ് വാങ്ങി അവരുടെ സ്വന്തം ക്ലയൻസിന് പബ്ലിക് നോട്ടീസ് ഒന്നും പ്രൊവൈഡ് ചെയ്യാതെ സെൽ ചെയ്യുന്നു. അതാണ് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ്. ഇങ്ങനെയല്ലാതെ മറ്റൊരു തരത്തിൽ കൂടി പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് നടക്കാറുണ്ട്. ദി പ്ലേസ്മെൻറ്റ് ഓഫ് ഷെയർസ് ഈസ് ഓൾസോ ഡൺ ബൈ സെല്ലിംഗ് സെക്യൂരിറ്റീസ് പ്രൈവറ്റ്ലി ടു ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് ഓർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വിത്ത് ഓർ വിതൗട്ട് ദി ഹെൽപ്പ് ഓഫ് ഇൻ്റർമീഡിയറീസ്. ഒരു കമ്പനി ഇൻ്റർമീഡിയറീസിൻ്റെ ഹെൽപ്പോട് കൂടിയോ ഇൻ്റർമീഡിയറീസിൻ്റെ ഹെൽപ്പ് ഇല്ലാതെയോ അവരുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനൊക്കെ പ്രൈവറ്റ്ലി സെക്യൂരിറ്റീസ് സെൽ ചെയ്യുന്നതും പ്രൈവറ്റ് പ്ലേസ്മെൻറ്റാണ്. ഒരു കമ്പനി പ്രൈവറ്റ്ലി
റിലേറ്റീവ്സിനോ ഫ്രണ്ട്സിനോ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനൊക്കെ സെക്യൂരിറ്റീസ് സെൽ ചെയ്യുന്നത് പ്രൈവറ്റ് പ്ലേസ്മെൻ്റ് ആണ്. ഇവിടെ ഇൻ്റർമീഡിയറീസിൻ്റെ ഹെൽപ്പ് ഉണ്ടായിരിക്കാം, ഇല്ലാതിരിക്കാം. ഇവിടെ പ്രോസ്പെക്ടസോ അല്ലെങ്കിൽ ലെറ്റർ ഓഫ് ഓഫറോ ഒന്നും നിർബന്ധമില്ല. പ്രൈവറ്റ് പ്ലേസ്മെൻറ്റിന് പ്രോസ്പെക്ടസിൻ്റെ ആവശ്യമില്ല, ലെറ്റർ ഓഫ് ഓഫറിൻ്റെയും ആവശ്യമില്ല. ഇൻവെസ്റ്റ്മെൻറ്റ് എഗ്രിമെൻറ്റ് മാത്രമേ ഇവിടെ ആവശ്യമായി വരുന്നുള്ളൂ. പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് നടത്തുമ്പം ഇൻവെസ്റ്റ്മെൻറ്റ് എഗ്രിമെൻറ്റ് മാത്രം മതി, പ്രോസ്പെക്ടസിൻ്റെയോ ലെറ്റർ ഓഫ് ഓഫറിൻ്റെയോ ആവശ്യമില്ല. നെക്സ്റ്റ് മെത്തേഡാണ് ബോട്ട് ഔട്ട് ഡീൽസ്. ബോട്ട് ഔട്ട് ഡീൽസ് BOD ഈസ് എ പ്രോസസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് by which a sponsor or syndicate of investors make direct investment in the company. The company issues whole lot of shares to a sponsor or syndicate at a negotiated price. The sponsors issue these shares after a certain period for a premium. എന്താണ് ബോട്ട് ഔട്ട് ഡീൽസ് അല്ലെങ്കിൽ BOD? BOD എന്ന് പറയുന്നത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോസസ്സാണ്. ഇവിടെ സ്പോൺസർ അല്ലെങ്കിൽ സിൻഡിക്കേറ്റ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് കമ്പനിയിൽ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നു. സ്പോൺസർ അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ സംഘടന കമ്പനിയിൽ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തും. കമ്പനി ഇവർക്ക് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നു നെഗോഷിയേറ്റഡ് പ്രൈസിൽ. കമ്പനി സ്പോൺസറിന് അല്ലെങ്കിൽ സിൻഡിക്കേറ്റിന് നെഗോഷിയേറ്റഡ് പ്രൈസിൽ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നു. ഈ ഷെയർസ് സ്പോൺസർ സെർട്ടൺ പീരിയഡിന് ശേഷം പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യുന്നു. അതാണ് ബോട്ട് ഔട്ട് ഡീൽസ്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു കമ്പനി സിൻഡിക്കേറ്റ് മുഖേനയോ സ്പോൺസർ മുഖേനയോ പബ്ലിക്കിന് ഷെയർ ഇഷ്യൂ ചെയ്യുന്ന രീതിയാണ് ബോട്ട് ഔട്ട് ഡീൽസ്. ഒരു കമ്പനി പബ്ലിക്കിന് ഷെയർ ഇഷ്യൂ ചെയ്യുന്നു സിൻഡിക്കേറ്റ് മുഖേന അല്ലെങ്കിൽ സ്പോൺസർ മുഖേന. അതിനെയാണ് ബോട്ട് ഔട്ട് ഡീൽസ് എന്ന് പറയുന്നത്. ബോട്ട് ഔട്ട് ഡീൽസ് ലിസ്റ്റഡ് കമ്പനീസിന് ചെയ്യാൻ പെർമിഷൻ ഇല്ല. ലിസ്റ്റഡ് കമ്പനീസിന് ബോട്ട് ഔട്ട് ഡീൽസ് ചെയ്യുന്നതിൽ പ്രോഹിബിഷൻ ഉണ്ട്. നെക്സ്റ്റ് മെത്തേഡാണ് റൈറ്റ് ഇഷ്യൂ. ദി ഇഷ്യൂ ഓഫ് ഷെയർസ് ബൈ എ കമ്പനി ടു ഇറ്റ്സ് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ഈസ് നോൺ ആസ് റൈറ്റ് ഇഷ്യൂ. It's a method of raising funds in the market by an existing company. Here, the company issue shares to the existing shareholders in proportion of their existing shareholding. എന്താണ് റൈറ്റ് ഇഷ്യൂ? എക്സിസ്റ്റിംഗ് ഷെയർഹോൾഡേഴ്സിന് കമ്പനി ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നതിനെയാണ് റൈറ്റ് ഇഷ്യൂ എന്ന് പറയുന്നത്. കമ്പനി എക്സിസ്റ്റിംഗ് ഷെയർഹോൾഡേഴ്സിന് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നതിനെയാണ് റൈറ്റ് ഇഷ്യൂ എന്ന് പറയുന്നത്. എക്സിസ്റ്റിംഗ് കമ്പനീസിന് മാർക്കറ്റിൽ നിന്ന് ഫണ്ട്സ് റേസ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് റൈറ്റ് ഇഷ്യൂ. ഇവിടെ കമ്പനി എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിനും എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡിങ്ങിൻ്റെ പ്രൊപ്പോർഷനിലാണ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നത്. അതായത് നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സിന് അവരുടെ കയ്യിൽ എത്രയാണോ ഷെയർ ഉള്ളത് ആ ഷെയറിൻ്റെ പ്രൊപ്പോർഷനിലായിരിക്കും ഷെയർ ഇഷ്യൂ ചെയ്യുന്നത്. ഇതിനെയാണ് റൈറ്റ് ഇഷ്യൂ എന്ന് പറയുന്നത്. നെക്സ്റ്റ് മെത്തേഡാണ് ബോണസ് ഷെയർസ്. എ കമ്പനി ലൈക്സ് ടു ക്രിയേറ്റ് റിസർവ്സ് ഔട്ട് ഓഫ് ഇറ്റ്സ് പ്രോഫിറ്റ്സ്. When the accumulated reserves are more than its requirements, then the company distributes the whole or a portion of the existing shareholders. കമ്പനീസ് പ്രോഫിറ്റ്സിൽ നിന്ന് റിസർവ് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന റിസർവ്സ് ആവശ്യത്തിലധികമാണെങ്കിൽ കമ്പനീസ് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ഈ റിസർവ്സ് ഭാഗികമായിട്ടോ മുഴുവനായിട്ടോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. കമ്പനീസ് പ്രോഫിറ്റ്സിൽ നിന്ന് റിസർവ്സ് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന റിസർവ്സ് ആവശ്യത്തിലധികമാണെങ്കിൽ കമ്പനീസ് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ഭാഗികമായിട്ടോ മുഴുവനായിട്ടോ ഈ റിസർവ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ഇതിനെയാണ് ബോണസ് ഷെയർസ് എന്ന് പറയുന്നത്. ബുക്ക് ബിൽഡിംഗ്. ബുക്ക് ബിൽഡിംഗ് മേ ബി ഡിഫൈൻഡ് ആസ് എ പ്രോസസ് യൂസ്ഡ് ബൈ കമ്പനീസ് റേസിംഗ് ക്യാപിറ്റൽ ത്രൂ പബ്ലിക് ഓഫറിംഗ്, both initial public offers and follow-on public offers to aid price and demand discovery. എന്താണ് ബുക്ക് ബിൽഡിംഗ്? ബുക്ക് ബിൽഡിംഗ് എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്. കമ്പനീസ് ക്യാപിറ്റൽ റേസ് ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ബുക്ക് ബിൽഡിംഗ്. പബ്ലിക് ഓഫറിങ്ങിലൂടെ ഇനീഷ്യൽ പബ്ലിക് ഓഫേഴ്സിലൂടെയും ഫോളോ ഓൺ പബ്ലിക് ഓഫേഴ്സിലൂടെയും ക്യാപിറ്റൽ റേസ് ചെയ്യുന്നതിന് വേണ്ടി കമ്പനി യൂസ് ചെയ്യുന്ന പ്രോസസ്സാണ് ബുക്ക് ബിൽഡിംഗ്. ബുക്ക് ബിൽഡിംഗ് ആക്ച്വലി ഒരു പ്രൈസ് ഡിസ്കവറി മെത്തേഡാണ്. ഡിമാൻഡിനനുസരിച്ചുള്ള പ്രൈസാണ് ഇവിടെ ഡിസ്കവർ ചെയ്യുന്നത്. ലാസ്റ്റ് മെത്തേഡാണ് എംപ്ലോയീസ് സ്റ്റോക്ക് ഓപ്ഷൻ സ്കീം. അണ്ടർ ദിസ് മെത്തേഡ്
The employees of a public company is allowed to participate in the equity capital of a company in a phased manner. The permanent employees of the company are given an option to join in this scheme. The employees can join the scheme voluntarily. He is required to pay an initial contribution and deposit of a fixed annual contribution in successive 4 years. എന്താണ് എംപ്ലോയീസ് സ്റ്റോക്ക് ഓപ്ഷൻ സ്കീം? ഈ മെത്തേഡിൽ പറയുന്നത് ഒരു പബ്ലിക് കമ്പനിയുടെ എംപ്ലോയി ആണെങ്കിൽ അവർക്ക് കമ്പനിയുടെ ഇക്വിറ്റി ക്യാപിറ്റലിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കും. പെർമനൻറ്റ് എംപ്ലോയീസിന് മാത്രമാണ് ഇങ്ങനെയൊരു ഓപ്ഷൻ കിട്ടുന്നുള്ളൂ. എംപ്ലോയീസിന് ഈ സ്കീമിൽ വോളണ്ടറിലി ജോയിൻ ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ ജോയിൻ ചെയ്യുമ്പോൾ ഇനീഷ്യൽ കോൺട്രിബ്യൂഷനും 4 വർഷങ്ങളിലായി ഫിക്സഡ് ആനുവൽ കോൺട്രിബ്യൂഷനും എംപ്ലോയീസ് പേ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിനെയാണ് എംപ്ലോയീസ് സ്റ്റോക്ക് ഓപ്ഷൻ സ്കീം എന്ന് പറയുന്നത്. ഇതോടെ മെത്തേഡ്സ് ഓഫ് ഫ്ലോട്ടിംഗ് ന്യൂ ഇഷ്യൂ കഴിഞ്ഞിട്ടുണ്ട്. ന്യൂ ഇഷ്യൂ മെത്തേഡ്സ്: 1 ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ്, 2 ഓഫർ ഓഫ് സെയിൽ, 3 പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ്, 4 ബോട്ട് ഔട്ട് ഡീൽസ്, 5 റൈറ്റ് ഇഷ്യൂ, 6 ബോണസ് ഷെയർസ്, 7 ബുക്ക് ബിൽഡിംഗ്, 8 എംപ്ലോയീസ് സ്റ്റോക്ക് ഓപ്ഷൻ സ്കീം. ഇതിന് പുറമെ 3 മെത്തേഡ്സ് കൂടെ വരുന്നുണ്ട്: ഓഫർ ടു എംപ്ലോയീസ്, ഓഫർ ടു കസ്റ്റമേഴ്സ്, ഓഫർ ടു ക്രെഡിറ്റേഴ്സ്. ഓഫർ ടു എംപ്ലോയീസ് എന്ന് പറയുന്നത് എംപ്ലോയീസിന് ഷെയർ ഓഫർ ചെയ്യുന്നതിനെയാണ്. ഓഫർ ടു കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് കസ്റ്റമേഴ്സിന് ഷെയർസ് ഓഫർ ചെയ്യുന്നു. ഓഫർ ടു ക്രെഡിറ്റേഴ്സ്, ക്രെഡിറ്റേഴ്സിന് ഷെയർസ് ഓഫർ ചെയ്യുന്നു. നെക്സ്റ്റ് ടോപ്പിക്കാണ് പ്രൈമറി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്. പ്രൈമറി മാർക്കറ്റിൽ നിന്ന് ക്യാപിറ്റൽ റേസ് ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന 4 ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്. ഇക്വിറ്റി ഷെയർസ്, പ്രിഫറൻസ് ഷെയർസ്, ഡിബെഞ്ചേഴ്സ്, ബോൺസ്. ഇതാണ് അവ. ഇവയോരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ് ഇക്വിറ്റി ഷെയർസ്. ദീസ് ആർ ഓർഡിനറി ഷെയർസ്. These shares do not carry any preferential right in respect of dividend or repayment of capital. എന്താണ് ഇക്വിറ്റി ഷെയർസ്? ഓർഡിനറി ഷെയർസ് ആണ് ഇക്വിറ്റി ഷെയർസ്. ഈ ഷെയർസിന് പ്രിഫറൻഷ്യൽ റൈറ്റ് ഇല്ല. ക്യാപിറ്റൽ റീപേ ചെയ്യുന്ന സമയത്തും ഡിവിഡൻഡ് കിട്ടുന്ന സമയത്തും ഇക്വിറ്റി ഷെയർസിന് പ്രിഫറൻഷ്യൽ റൈറ്റ് ഇല്ല. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് പേ ചെയ്തതിന് ശേഷം മാത്രമാണ് ഇക്വിറ്റി ഷെയർസിൽ ഡിവിഡൻഡ് കിട്ടുന്നുള്ളൂ. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് അല്ല കിട്ടുന്നത്. ഡിവിഡൻഡ് കമ്പനിയുടെ പ്രോഫിറ്റിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. കമ്പനിക്ക് പ്രോഫിറ്റ് ഇല്ല എങ്കിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കിട്ടുന്നില്ല. കമ്പനിക്ക് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടായാൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൂടുതൽ ഡിവിഡൻഡ് കിട്ടുന്നുണ്ട്. കമ്പനിയുടെ റിയൽ ഓണേഴ്സാണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. സെക്കൻഡ് ഇൻസ്ട്രുമെൻ്റ് ആണ് പ്രിഫറൻസ് ഷെയർസ്. പ്രിഫറൻസ് ഷെയർസ് ആർ ദോസ് which carry a preferential right in respect of the payment of dividends and repayment of capital in the event of liquidation of the company. പ്രിഫറൻഷ്യൽ റൈറ്റ് ഉള്ള ഷെയർസ് ആണ് പ്രിഫറൻസ് ഷെയർസ്. ക്യാപിറ്റൽ റീപേ ചെയ്യുന്ന സമയത്തും ഡിവിഡൻഡ് പേ ചെയ്യുന്ന സമയത്തും പ്രിഫറൻഷ്യൽ റൈറ്റ് ഉള്ള ഷെയർസ് ആണ് പ്രിഫറൻസ് ഷെയർസ്. ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് ആണ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്നത്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് പേ ചെയ്യുന്നതിന് മുൻപ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് പേ ചെയ്യാറുണ്ട്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് വോട്ടിംഗ് പവർ ഇല്ല. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് വോട്ടിംഗ് പവർ ഉണ്ട്. നെക്സ്റ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ് ഡിബെഞ്ചേഴ്സ് ആൻഡ് ബോൺസ്. ഡിബെഞ്ചേഴ്സ് ആൻഡ് ബോൺസ് ആർ ദി സെയിം. എ കമ്പനി ഇഷ്യൂസ് ഡിബെഞ്ചേഴ്സ് when it requires additional funds. It's a way of raising long-term funds. ഡിബെഞ്ചറും ബോണ്ടും സെയിം ആണ്. ഒരു കമ്പനി ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്യുന്നത് അഡീഷണൽ ഫണ്ടിൻ്റെ ആവശ്യം വരുമ്പോഴാണ്. ലോങ് ടേം ഫണ്ട്സ് റേസ് ചെയ്യുന്നതിനുള്ള വേ ആണ് ഡിബെഞ്ചേഴ്സ്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ക്യാപിറ്റൽ റേസ് ചെയ്യുന്നതിന് വേണ്ടി കമ്പനി ഇഷ്യൂ ചെയ്യുന്ന ഡെപ്റ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ് ഡിബെഞ്ചേഴ്സ്. ക്യാപിറ്റൽ റേസ് ചെയ്യുന്നതിന് വേണ്ടി കമ്പനി ഇഷ്യൂ ചെയ്യുന്ന ഡെപ്റ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ് ഡിബെഞ്ചേഴ്സ്. നമ്മൾ പറഞ്ഞു ഡിബെഞ്ചറും ബോണ്ടും സെയിം ആണ് എന്ന്. ചെറിയൊരു വ്യത്യാസം മാത്രമേ ഇവ തമ്മിൽ വരുന്നുള്ളൂ. ഗവൺമെൻറ് ഡെപ്റ്റ് ഇഷ്യൂ ചെയ്താൽ ബോണ്ട് എന്ന് പറയും. പ്രൈവറ്റ് ഡെപ്റ്റ് ഇഷ്യൂ ചെയ്താൽ ഡിബെഞ്ചർ എന്ന് പറയും. ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യുന്ന ഡെപ്റ്റിനെ ബോണ്ട് എന്നും പ്രൈവറ്റ് ഇഷ്യൂ ചെയ്യുന്ന ഡെപ്റ്റിനെ
ഡിബഞ്ചർ എന്നുമാണ് ഇന്ത്യയിൽ പറയുന്നത്. ഇതോടെ പ്രൈമറി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് കഴിഞ്ഞു. ഇക്വിറ്റി ഷെയർസ്, പ്രിഫറൻസ് ഷെയർസ്, ഡിബഞ്ചേഴ്സ്, ബോൺസ് ഇവയോരോന്നും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നെക്സ്റ്റ് ടോപ്പിക്കാണ് യൂറോ ഇഷ്യൂസ്. ഇറ്റ് ഈസ് എ വേ ടു റേസ് മണി ഇൻ എ ഫോറിൻ കറൻസി ഔട്ട്സൈഡ് എ കമ്പനീസ് ഹോം കൺട്രി. എന്താണ് യൂറോ ഇഷ്യൂസ് പറയുന്നത്? യൂറോ ഇഷ്യൂ എന്ന് പറയുന്നത് മണി റേസ് ചെയ്യുന്നതിനുള്ള ഒരു വേ ആണ്. എവിടെ നിന്നാണ് മണി റേസ് ചെയ്യുന്നത്? ഒരു കമ്പനിയുടെ ഹോം കൺട്രിക്ക് പുറത്ത് നിന്ന് ഫോറിൻ കറൻസിയിലാണ് മണി റേസ് ചെയ്യുന്നത്. ഒരു കമ്പനിയുടെ ഹോം കൺട്രിക്ക് പുറത്ത് നിന്ന് ഫോറിൻ കറൻസിയിൽ മണി റേസ് ചെയ്യുന്ന വേ ആണ് യൂറോ ഇഷ്യൂസ്. ഇന്ത്യൻ എക്കണോമി ഗ്ലോബലൈസേഷൻ്റെയും ലിബറലൈസേഷൻ്റെയും പാർട്ടായതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഗവൺമെൻറ് യൂറോ ഇഷ്യൂ പെർമിറ്റ് ചെയ്തിട്ടുണ്ട്. യൂറോ ഇഷ്യൂയിൽ യൂസ് ചെയ്യുന്ന പ്രൈമറി ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് ഗ്ലോബൽ ഡെപ്പോസിറ്റ് റെസിപ്റ്റ്, അമേരിക്കൻ ഡെപ്പോസിറ്റ് റെസിപ്റ്റ്, ഫോറിൻ കറൻസി കൺവേർട്ടിബിൾ ബോണ്ട്സ്, ഓഫ് ഷോർ മ്യൂച്വൽ ഫണ്ട്സ്. ഇവയോരോന്നും എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഗ്ലോബൽ ഡെപ്പോസിറ്റ് റെസിപ്റ്റ്, GDR. GDR are financial instruments used to raise capital from international investors. GDR is denominated in US dollars and euros. എന്താണ് GDR? GDR എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ഇൻവെസ്റ്റേഴ്സിൽ നിന്ന് ക്യാപിറ്റൽ റേസ് ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. GDR എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. ഇൻ്റർനാഷണൽ ഇൻവെസ്റ്റേഴ്സിൽ നിന്ന് ക്യാപിറ്റൽ റേസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ് യൂസ് ചെയ്യുന്നത്. ഇൻ്റർനാഷണൽ ഇൻവെസ്റ്റേഴ്സിൽ നിന്ന് ക്യാപിറ്റൽ റേസ് ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻസിനെയാണ് GDR എന്ന് പറയുന്നത്. GDR ഡിനോമിനേറ്റ് ചെയ്യുന്നത് US ഡോളേഴ്സിലും യൂറോസിലുമാണ്. യൂറോയിലും US ഡോളറിലുമാണ് GDR ഡിനോമിനേറ്റ് ചെയ്യുന്നത്. ഇഷ്യൂയിങ് കമ്പനിയുടെ ഷെയറാണ് GDR. ഇഷ്യൂയിങ് കമ്പനിയുടെ ഷെയർ ആയിട്ടാണ് GDRനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇവിടെ ഡൊമസ്റ്റിക് ഷെയർസ് പോലെയാണ് ഷെയർസ് ട്രേഡ് ചെയ്യുന്നത്. പക്ഷേ ഷെയർസ് സെൽ ചെയ്യുന്നത് ഗ്ലോബലിയാണ്. ബാങ്ക് ബ്രാഞ്ചുകളിലൂടെയാണ് ഷെയർസ് സെൽ ചെയ്യുന്നത്. ഷെയർസ് ട്രേഡ് ചെയ്യുന്നത് ഡൊമസ്റ്റിക് ഷെയർസ് പോലെയാണ്. പക്ഷേ ബാങ്ക് ബ്രാഞ്ചുകളിലൂടെ ഗ്ലോബലിയാണ് ഷെയർസ് സെൽ ചെയ്യുന്നത്. GDR ഹോൾഡേഴ്സിന് മൾട്ടിപ്പിൾ കറൻസിയിലാണ് ഡിവിഡൻറ്റ് കിട്ടുന്നത്. നെക്സ്റ്റ് വണ്ണാണ് അമേരിക്കൻ ഡെപ്പോസിറ്റ് റെസിപ്റ്റ്, ADR. ADR is a financial instrument that allows US investors to buy shares of foreign companies. US ഇൻവെസ്റ്റേഴ്സിന് ഫോറിൻ കമ്പനീസിൻ്റെ ഷെയർസ് വാങ്ങിക്കാൻ കഴിയുന്ന ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റാണ് ADR. US ഇൻവെസ്റ്റേഴ്സിന് ഫോറിൻ കമ്പനീസിൻ്റെ ഷെയർസ് വാങ്ങിക്കാൻ സാധിക്കുന്ന ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റാണ് ADR. ADR ബോട്ട് ചെയ്യുന്നതും സെൽ ചെയ്യുന്നതും അമേരിക്കൻ മാർക്കറ്റിലാണ്. റെഗുലർ സ്റ്റോക്ക് പോലെയാണ് ബോട്ട് ചെയ്യുന്നതും സെൽ ചെയ്യുന്നതും. ഇത് ഇഷ്യൂ ചെയ്യുന്നത് ബാങ്ക് അല്ലെങ്കിൽ ബ്രോക്കറേജ് ആണ്. US-ലാണ് ഇത് ഇഷ്യൂ ചെയ്യുന്നത്. ADR ഡിനോമിനേറ്റ് ചെയ്യുന്നത് US ഡോളറിലാണ്. നെക്സ്റ്റ് വൺ, ഫോറിൻ കറൻസി കൺവേർട്ടിബിൾ ബോണ്ട്സ്, FCCB. It is an equity linked debt security. That means FCCB can be converted into equity or depository receipt within a specified period at a predetermined exchange rate. എന്താണ് ഫോറിൻ കറൻസി കൺവേർട്ടിബിൾ ബോണ്ട്സ്? ഫോറിൻ കറൻസി കൺവേർട്ടിബിൾ ബോണ്ട്സ് എന്ന് പറയുന്നത് ഒരു ഇക്വിറ്റി ലിങ്ക്ഡ് ഡെപ്റ്റ് സെക്യൂരിറ്റിയാണ്. അതായത് ഇക്വിറ്റിയും ഡെപ്റ്റും ലിങ്ക് ചെയ്തിട്ടുള്ള സെക്യൂരിറ്റിയാണ് ഫോറിൻ കറൻസി കൺവേർട്ടിബിൾ ബോണ്ട്സ്. ഇവിടെ ഇക്വിറ്റിയെ ഡെപ്പോസിറ്ററി റെസിപ്റ്റാക്കി കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. അതിന് രണ്ട് കണ്ടീഷൻസ് ഉണ്ട്. ഒന്ന്, സ്പെസിഫൈഡ് പീരിയഡിനുള്ളിലാണ് ഇങ്ങനെ കൺവേർട്ട് ചെയ്യേണ്ടത്. പ്രീ ഡിറ്റർമിൻഡ് എക്സ്ചേഞ്ച് റേറ്റിലാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. പ്രീ ഡിറ്റർമിൻഡ് എക്സ്ചേഞ്ച് റേറ്റിൽ സ്പെസിഫൈഡ് പീരിയഡിനുള്ളിൽ ഇക്വിറ്റിയെ ഡെപ്പോസിറ്ററി റെസിപ്റ്റാക്കി FCCBക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് FCCB ക്യാരി ചെയ്യുന്നത്. നെക്സ്റ്റ് വണ്ണാണ്
Offshore mutual funds. Offshore mutual fund is mainly used to collect subscriptions from residents stationed in abroad. എബ്രോഡിലുള്ള റെസിഡൻസിൽ നിന്ന് സബ്സ്ക്രിപ്ഷൻസ് കളക്ട് ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റാണ് ഓഫ്ഷോർ മ്യൂച്വൽ ഫണ്ട്സ്. ഓഫ്ഷോർ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് എബ്രോഡുള്ള റെസിഡൻസിൽ നിന്ന് സബ്സ്ക്രിപ്ഷൻസ് കളക്ട് ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഇതോടെ യൂറോ ഇഷ്യൂസിൽ യൂസ് ചെയ്യുന്ന പ്രൈമറി ഇൻസ്ട്രുമെൻറ്റ്സ് കവർ ചെയ്തു കഴിഞ്ഞു. ഗ്ലോബൽ ഡെപ്പോസിറ്റ് റെസിപ്റ്റ്, അമേരിക്കൻ ഡെപ്പോസിറ്റ് റെസിപ്റ്റ്, ഫോറിൻ കറൻസി കൺവേർട്ടിബിൾ ബോണ്ട്സ്, ഓഫ്ഷോർ മ്യൂച്വൽ ഫണ്ട്സ്, ഇവയൊക്കെയായിരുന്നു പ്രൈമറി ഇൻസ്ട്രുമെൻറ്റ്സ്. ഇതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നെക്സ്റ്റ് ടോപ്പിക്കാണ് ഇൻ്റർമീഡിയറീസ് ഇൻ ദി ന്യൂ ഇഷ്യൂ മാർക്കറ്റ്. ന്യൂ ഇഷ്യൂ മാർക്കറ്റിൽ 5 ഇൻ്റർമീഡിയറീസ് ആണ് ഉള്ളത്. 1 മാനേജേഴ്സ് ടു ദി ഇഷ്യൂ, 2 രജിസ്ട്രാർസ് ടു ദി ഇഷ്യൂ, 3 അണ്ടർ റൈറ്റേഴ്സ്, 4 ബാങ്കേഴ്സ് ടു ദി ഇഷ്യൂ, 5 ബ്രോക്കേഴ്സ് ടു ദി ഇഷ്യൂ. മാനേജേഴ്സ് ടു ദി ഇഷ്യൂ. They manage the issue of securities. Management of issue involves marketing of corporate securities such as equity shares, preference shares, debentures or bonds by offering them into public. Managers to the issue എന്താ പറയുന്നത്? സെക്യൂരിറ്റീസിൻ്റെ ഇഷ്യൂ മാനേജ് ചെയ്യുന്നവരാണ് മാനേജേഴ്സ് ടു ദി ഇഷ്യൂ. മാനേജ്മെൻറ്റ് ഓഫ് ഇഷ്യൂവിലാണ് കോർപ്പറേറ്റ് സെക്യൂരിറ്റീസിൻ്റെ മാർക്കറ്റിംഗ് വരുന്നത്. കോർപ്പറേറ്റ് സെക്യൂരിറ്റീസ് ആയിട്ടുള്ള ഇക്വിറ്റി ഷെയർസ്, പ്രിഫറൻസ് ഷെയർസ്, ഡിബെഞ്ചേഴ്സ്, ബോണ്ട്സ്, ഇതൊക്കെ പബ്ലിക്കിന് മാർക്കറ്റിംഗ് ചെയ്യുന്നത് മാനേജ്മെൻറ്റ് ഓഫ് ഇഷ്യൂവിലാണ് വരുന്നത്. മാനേജേഴ്സ് എപ്പോഴും കമ്പനിയോടും റെഗുലേറ്ററി അതോറിറ്റിയായ സെബിയോടും റെസ്പോൺസിബിൾ ആയിരിക്കണം. 2 മാനേജേഴ്സാണുള്ളത്, ലീഡ് മാനേജേഴ്സും കോ മാനേജേഴ്സും. മാനേജേഴ്സ് 2 ടൈപ്പ് ഉണ്ട്, ലീഡ് മാനേജേഴ്സ്, കോ മാനേജേഴ്സ്. ലീഡ് മാനേജേഴ്സ് എന്ന് പറയുന്നത് മാനേജ്മെൻറ്റ് ഓഫ് ദി ഇഷ്യൂ ലീഡ് ചെയ്യുന്നവരാണ് ലീഡ് മാനേജേഴ്സ്. അതായത് സ്ട്രാറ്റജിക് ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നത് ഈ മാനേജേഴ്സാണ്. കോ മാനേജേഴ്സ് എന്ന് പറയുന്നത് ലീഡ് മാനേജേഴ്സിനെ അസിസ്റ്റ് ചെയ്യുന്നവരാണ്. മാനേജ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ ഇഷ്യൂ പ്രൊഫഷണലൈസ്ഡ് സർവീസാണ്. ഇന്ത്യയിൽ ഈ സർവീസ് റെൻഡർ ചെയ്യുന്നത് മെർച്ചൻ്റ് ബാങ്കേഴ്സാണ്. മെർച്ചൻ്റ് ബാങ്കേഴ്സ് നമ്മൾ മുന്നേ പഠിച്ചതാണ്. മെർച്ചൻ്റ് ബാങ്കേഴ്സ് ആക്ട് ആസ് ഇൻ്റർമീഡിയറീസ് ബിറ്റ്വീൻ ഇഷ്യൂവേഴ്സ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് ദി അൾട്ടിമേറ്റ് ഇൻവെസ്റ്റേഴ്സ് ഹൂ പർച്ചേസ് ദീസ് സെക്യൂരിറ്റീസ്. സെക്യൂരിറ്റീസ് വാങ്ങുന്ന ഇൻവെസ്റ്റേഴ്സിൻ്റെയും അതുപോലെ തന്നെ സെക്യൂരിറ്റി ഇഷ്യൂ ചെയ്യുന്നവരുടെയും ഇടയ്ക്ക് ഒരു ഇൻ്റർമീഡിയറി ആയിട്ടാണ് മെർച്ചൻ്റ് ബാങ്കേഴ്സ് ആക്ട് ചെയ്യുന്നത്. മെർച്ചൻ്റ് ബാങ്കേഴ്സിൻ്റെ ഫങ്ഷൻസ് നോക്കാം. ഫങ്ഷൻസ് ഓഫ് മെർച്ചൻ്റ് ബാങ്കർ: 1 മാനേജ്മെൻറ്റ് ഓഫ് ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി ഓഫറിംഗ്. ഡെപ്റ്റും ഇക്വിറ്റിയും മാനേജ് ചെയ്യുന്നു. നെക്സ്റ്റ് പ്ലേസ്മെൻറ്റ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. ഷെയർസ് പ്ലേസ് ചെയ്യുന്നു, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. നെക്സ്റ്റ് കോർപ്പറേറ്റ് അഡ്വൈസറി സർവീസസ്. ക്ലയൻറ്റിൻ്റെ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്തു കൊടുക്കുന്നു. നെക്സ്റ്റ് 1 റിസ്ക് മാനേജ്മെൻറ്റ്. റിസ്ക് മാനേജ് ചെയ്യുന്നു. നെക്സ്റ്റ് പ്രൊവൈഡിങ് വെഞ്ചർ ക്യാപിറ്റൽ. വെഞ്ചർ ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്നു. നെക്സ്റ്റ് ഇൻ്റർമീഡിയറി ആണ് രജിസ്ട്രാർ ടു ദി ഇഷ്യൂ. രജിസ്ട്രാറിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് കമ്പനിയാണ്. മെർച്ചൻ്റ് ബാങ്കറുമായി കൺസൾട്ട് ചെയ്തതിന് ശേഷമാണ് കമ്പനി രജിസ്ട്രാറിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. സെബി റൂൾസ് അനുസരിച്ചാണ് രജിസ്ട്രാറിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ആക്ടിവിറ്റീസ് ക്യാരി ചെയ്യണം എന്നുണ്ടെങ്കിൽ രജിസ്ട്രാർ ടു ദി ഇഷ്യൂ സെബിയിൽ നിർബന്ധമായും രജിസ്റ്റർ ചെയ്തിരിക്കണം. ചില ക്രൈറ്റീരിയാസിൻ്റെ ബേസിസിലാണ് സെബി രജിസ്ട്രേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. കോമ്പിറ്റൻസി, എക്സ്പെർട്ടൈസ്, ക്വാളിറ്റി ഓഫ് മാൻ പവർ, ട്രാക്ക് റെക്കോർഡ്, ഇതൊക്കെ നോക്കിയാണ് സെബി രജിസ്ട്രേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. രജിസ്ട്രാറിൻ്റെ ഫങ്ഷൻസ് ആണ് പ്രീ ഇഷ്യൂ ഫങ്ഷൻസ്, ഇഷ്യൂ ഫങ്ഷൻസ്, പ്രീ അലോട്ട്മെൻറ്റ് ഫങ്ഷൻസ്, അലോട്ട്മെൻറ്റ് ഫങ്ഷൻസ്, പോസ്റ്റ് അലോട്ട്മെൻറ്റ് ഫങ്ഷൻസ് ഒക്കെ. നെക്സ്റ്റ് ഇൻ്റർമീഡിയറി ആണ് അണ്ടർ റൈറ്റർ ടു ദി ഇഷ്യൂ. ആരാണ് അണ്ടർ റൈറ്റർ? എന്താണ് അണ്ടർ റൈറ്റിംഗ്? ഇതൊക്കെ നമ്മൾ മുന്നേ പഠിച്ചതാണ്. അണ്ടർ റൈറ്റേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഇഷ്യൂയിങ് കമ്പനിയാണ്. മെർച്ചൻ്റ് ബാങ്കറുമായി കൺസൾട്ട് ചെയ്തതിന് ശേഷമാണ് ഇഷ്യൂയിങ് കമ്പനി അണ്ടർ റൈറ്റേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അണ്ടർ റൈറ്റേഴ്സിൻ്റെ ഒബ്ലിഗേഷൻ സെക്യൂരിറ്റി സബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ളതാണ്. കമ്പനിയുടെ ഇൻഫർമേഷൻ കിട്ടി 30 ദിവസത്തിനുള്ളിൽ അണ്ടർ റൈറ്റേഴ്സ് സെക്യൂരിറ്റീസ് സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം. നെക്സ്റ്റ് ഇൻ്റർമീഡിയറി ആണ് ബാങ്കേഴ്സ് ടു ദി ഇഷ്യൂ. എ ബാങ്കർ വിത്ത് നെറ്റ്വർക്ക് ഓഫ് ബ്രാഞ്ചസ് അക്രോസ് ദി കൺട്രി മേ ബി
അപ്പോയിൻറ്റഡ് ആസ് ബാങ്ക് ടു ദി ഇഷ്യൂ. അക്രോസ് ദി കൺട്രിയിൽ നെറ്റ്വർക്ക് ഓഫ് ബ്രാഞ്ചസ് ഉള്ള ബാങ്കറിനെയാണ് ബാങ്ക് ടു ദി ഇഷ്യൂ ആയി അപ്പോയിൻറ്റ് ചെയ്യാറുള്ളത്. രാജ്യത്തുടനീളം ഒത്തിരി ബ്രാഞ്ചസ് ഉള്ള ബാങ്കറിനെയാണ് ബാങ്ക് ടു ദി ഇഷ്യൂ ആയി അപ്പോയിൻറ്റ് ചെയ്യാറുള്ളത്. ലാർജ് ഇഷ്യൂ കേസിലാണെങ്കിൽ ഒന്നിൽ കൂടുതൽ ബാങ്കിനെ അപ്പോയിൻറ്റ് ചെയ്യാറുണ്ട്. 2 തരത്തിലുള്ള ബാങ്കറിനെയാണ് അപ്പോയിൻറ്റ് ചെയ്യാറുള്ളത്. ഒന്ന് കളക്റ്റിംഗ് ബാങ്കർ, മറ്റൊന്ന് കോർഡിനേറ്റിംഗ് ബാങ്കർ. കളക്റ്റിംഗ് ബാങ്കർ എന്ന് പറയുന്നത് സബ്സ്ക്രിപ്ഷൻസ് കളക്ട് ചെയ്യുന്ന ബാങ്കറാണ്. കോർഡിനേറ്റിംഗ് ബാങ്കർ എന്ന് പറയുന്നത് കളക്ഷൻ വർക്ക് കോർഡിനേറ്റ് ചെയ്യുന്ന ബാങ്കറാണ്. ലാസ്റ്റ് ഇൻ്റർമീഡിയറിയാണ് ബ്രോക്കേഴ്സ് ടു ദി ഇഷ്യൂ. Brokers are the registered members of the stock exchange. They bring together the prospective buyers and sellers in the new issue market. ആരാണ് ബ്രോക്കേഴ്സ്? രജിസ്റ്റേർഡ് മെമ്പേഴ്സാണ്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ രജിസ്റ്റേർഡ് മെമ്പേഴ്സാണ് ബ്രോക്കേഴ്സ്. പ്രോസ്പെക്റ്റീവ് ബയേഴ്സിനെയും ന്യൂ ഇഷ്യൂ മാർക്കറ്റിലെ സെല്ലേഴ്സിനെയും ഒരുമിച്ച് കൊണ്ടുവരുന്നവരാണ് ബ്രോക്കേഴ്സ്. ബ്രോക്കേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് കമ്പൽസറി ആയിട്ടുള്ള കാര്യമല്ല. ഒരു കമ്പനിക്ക് ബ്രോക്കറിനെ അപ്പോയിൻറ്റ് ചെയ്യാം, ചെയ്യാതിരിക്കാം. ഒരു കമ്പനിക്ക് എത്ര ബ്രോക്കേഴ്സിനെ വേണമെങ്കിലും അപ്പോയിൻറ്റ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ടോപ്പിക്കാണ് റീസെൻറ്റ് ട്രെൻഡ്സ് ഇൻ പ്രൈമറി മാർക്കറ്റ്. പ്രൈമറി മാർക്കറ്റിൻ്റെ റീസെൻറ്റ് ട്രെൻഡ്സ് നോക്കാം. ഒന്ന്, റേസിംഗ് ഓഫ് ക്യാപിറ്റൽ. ന്യൂ ഇഷ്യൂ മാർക്കറ്റിലൂടെ ഫ്രഷ് ക്യാപിറ്റൽ റേസ് ചെയ്യുന്നത് ഡീക്കേഡ് ടു ഡീക്കേഡ് ഇൻക്രീസ് ചെയ്തു വരികയാണ്. പ്രൈമറി മാർക്കറ്റ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് കളക്റ്റീവ് ഫണ്ടായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രൈമറി മാർക്കറ്റിൽ മെയിൻലി യൂസ് ചെയ്യുന്ന പബ്ലിക് ഇഷ്യൂസ്, പ്രൈവറ്റ് പ്ലേസ്മെൻറ്റൊക്കെ ഡേ ബൈ ഡേ ഇൻക്രീസ് ചെയ്തു വരികയാണ്. നെക്സ്റ്റ്, റിവൈവൽ ഓഫ് പ്രൈമറി മാർക്കറ്റ്. ഇന്ത്യൻ പ്രൈമറി മാർക്കറ്റ് പുനർജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ പ്രൈമറി മാർക്കറ്റ് ഒരു 10 ഇയർ ബ്രേക്കിന് ശേഷം റിവൈവ്ഡായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വളരെ സ്ട്രോങ് ആയി, വളരെ പോപ്പുലറായി മാറിക്കൊണ്ടിരിക്കുകയാണ് പ്രൈമറി മാർക്കറ്റ്. നെക്സ്റ്റ് വൺ, ഡൊമിനേഷൻ. ഇന്ത്യൻ പ്രൈമറി മാർക്കറ്റിൽ പബ്ലിക് സെക്ടറിൻ്റെ ഡൊമിനേഷനാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. പബ്ലിക് സെക്ടർ ഓർഗനൈസേഷൻസായ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് ഒക്കെ പ്രൈമറി മാർക്കറ്റിൽ ഡൊമിനേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് വൺ, പേപ്പർലെസ് പ്രൈമറി മാർക്കറ്റ് ഇഷ്യൂസ്. GRIP പാനൽ സജസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് പ്രോസസ്സ് ഇൻ്റർനെറ്റ് പ്ലാറ്റ്ഫോമിലൂടെ ക്യാരിഡ് ഔട്ട് ചെയ്യണമെന്ന്. ഇൻ്റർനെറ്റ് പ്ലാറ്റ്ഫോമിലൂടെ ആയിരിക്കണം IPO പ്രോസസ്സ് ക്യാരിഡ് ഔട്ട് ചെയ്യേണ്ടത് എന്നാണ് GRIP പാനൽ സജസ്റ്റ് ചെയ്തിട്ടുള്ളത്. GRIPയുടെ ഫുൾ ഫോം ഗ്രൂപ്പ് ടു റിവ്യൂ ഇഷ്യൂ പ്രോസസ്സ്. ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? പേപ്പർ വർക്ക് അവോയ്ഡ് ചെയ്യണം, പകരം ഇൻ്റർനെറ്റ് പ്ലാറ്റ്ഫോമിലൂടെ ആയിരിക്കണം പ്രോസസ്സ് നടക്കേണ്ടത്. പേപ്പർ വർക്ക് അവോയ്ഡ് ചെയ്ത് പേപ്പർ വർക്കിന് പകരം ഇൻ്റർനെറ്റ് യൂസ് ചെയ്യണമെന്നാണ് ഇവിടെ പറയുന്നത്. ഇത്രയാണ് റീസെൻറ്റ് ട്രെൻഡ്സ് ഇൻ പ്രൈമറി മാർക്കറ്റ്. ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് റീസൺസ് ഫോർ പുവർ പെർഫോമൻസ് ഫോർ പ്രൈമറി മാർക്കറ്റ്. പ്രൈമറി മാർക്കറ്റിൻ്റെ പുവർ പെർഫോമൻസിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഫസ്റ്റ് പോയിൻറ്റ്, മാനിഫെസ്റ്റേഷൻ ഓഫ് റിയൽ എക്കണോമി. സെക്കൻഡ് പോയിൻറ്റ്, ഫെയിലിയർ ടു മൊബിലൈസ് ദി ഹൗസ് ഹോൾഡ് സേവിങ്സ്. Next point, gap in the primary market. Next point, data to investors. Next point, developments in the international market. നമുക്ക് ഫസ്റ്റ് പോയിന്റ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, മാനിഫെസ്റ്റേഷൻ ഓഫ് റിയൽ എക്കണോമി. റിയൽ എക്കണോമിയുടെ മാനിഫെസ്റ്റേഷനാണ് ക്യാപിറ്റൽ മാർക്കറ്റ്. ക്യാപിറ്റൽ മാർക്കറ്റ് ഒത്തിരി മാക്രോ എക്കണോമിക് ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇൻഡസ്ട്രിയൽ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചറൽ ഗ്രോത്തിൽ വരുന്ന ഡിക്ലൈൻ, അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ലാർജ് ബോറോവിങ്സ്, പുവർ എക്സ്പോർട്ട് പെർഫോമൻസൊക്കെ ക്യാപിറ്റൽ മാർക്കറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ചില ഫാക്ടേഴ്സൊക്കെ ക്യാപിറ്റൽ മാർക്കറ്റിനെ നെഗറ്റീവായിട്ടാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഇത് പ്രൈമറി മാർക്കറ്റിൻ്റെ പുവർ പെർഫോമൻസിന് കാരണമാവുന്നുണ്ട്. സെക്കൻഡ് പോയിൻ്റാണ് ഫെയിലിയർ ടു മൊബിലൈസ് ദി ഹൗസ് ഹോൾഡ് സേവിങ്സ്. ഹൗസ് ഹോൾഡ് സേവിങ്സ് കളക്ട് ചെയ്യുന്നതിൽ ക്യാപിറ്റൽ മാർക്കറ്റ് ഫെയിലിയറാണ്. 10% താഴെ ഹൗസ് ഹോൾഡ് സേവിങ്സ് മാത്രമാണ് പ്രൈമറി മാർക്കറ്റിലേക്ക് വരുന്നുള്ളൂ. ഇത് പ്രൈമറി മാർക്കറ്റിൻ്റെ പുവർ പെർഫോമൻസിന് കാരണമാകുന്നു. നെക്സ്റ്റ് പോയിൻറ്റ്, ഗ്യാപ്പ് ഇൻ ദി പ്രൈമറി മാർക്കറ്റ്. പ്രൈമറി മാർക്കറ്റിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഗ്യാപ്പും വരുന്നുണ്ട്, ഫങ്ഷണൽ ഗ്യാപ്പും വരുന്നുണ്ട്. ഇത് പ്രൈമറി മാർക്കറ്റിൻ്റെ പുവർ പെർഫോമൻസിൻ്റെ കാരണമാണ്.
നെക്സ്റ്റ് പോയിൻറ്റ്, ഡാറ്റ ടു ഇൻവെസ്റ്റേഴ്സ്. ഒത്തിരി കമ്പനീസ് അനലിറ്റിക്കലായിട്ടുള്ള ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഡാറ്റാസ് ഇൻവെസ്റ്റേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഇത് പ്രൈമറി മാർക്കറ്റിൻ്റെ പുവർ പെർഫോമൻസിന് കാരണമാണ്. നെക്സ്റ്റ് പോയിൻറ്റ്, ഡെവലപ്മെൻറ്റ്സ് ഇൻ ദി ഇൻ്റർനാഷണൽ മാർക്കറ്റ്സ്. ഇൻ്റർനാഷണൽ മാർക്കറ്റ്സിൻ്റെ ഡെവലപ്മെൻറ്റ് ഡൊമസ്റ്റിക് മാർക്കറ്റിൻ്റെ റെസ്പോൺസിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഡൊമസ്റ്റിക് മാർക്കറ്റും ഇൻ്റർനാഷണൽ മാർക്കറ്റും തമ്മിൽ സ്ട്രോങ് ലിങ്കേജ് ഇല്ല. ഇന്ത്യൻ സെക്യൂരിറ്റി മാർക്കറ്റും വേൾഡ് മാർക്കറ്റും തമ്മിൽ സ്ട്രോങ് ലിങ്കേജ് ഇല്ല. ഇത് ഇന്ത്യൻ പ്രൈമറി മാർക്കറ്റിൻ്റെ പുവർ പെർഫോമൻസിൻ്റെ കാരണമാണ്. ഇത്രയാണ് ഇന്ത്യൻ പ്രൈമറി മാർക്കറ്റിൻ്റെ പുവർ പെർഫോമൻസിൻ്റെ റീസൺസ്. ഇതോടെ ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന ചാപ്റ്റർ കഴിഞ്ഞു. ഈ വീഡിയോ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ സ്റ്റഡീസിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. ഒപ്പം തന്നെ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.